أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിതത്തിലുടനീളം തഖ്വയോടുകൂടി ഇഹ്സാനോടുകൂടി ജീവിക്കണേ എന്ന് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് എല്ലാ നന്മകൾക്കും സാക്ഷിയാവാനും പരമാവധി നന്മകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഹാജിമാർ മടങ്ങുകയാണ്, തയ്യാറെടുപ്പിലാണ് അവരുള്ളത്. യൗമുൽ തർവിയ അഥവാ ഹിജ്റ ദുൽഹിജ്ജ 8 തുടങ്ങിയ ഹജ്ജിന്റെ കർമ്മങ്ങൾ അയ്യാമുൽ തശ്രീഖിന്റെ അവസാനത്തെ ദിവസത്തോടുകൂടി അവർ പൂർത്തിയാക്കി സ്വന്തം നാടുകളിലേക്ക് മടങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ് ഓരോ ഹാജിമാരും, ലക്ഷക്കണക്കിന് ഹാജിമാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും ഹജ്ജ് സ്വീകരിച്ച് മബ്റൂറായ ഹജ്ജാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നാളെ പരലോകത്ത് മഹ്ശറിൽ നിന്നും വിചാരണക്കെടുക്കാൻ വേണ്ടി മനുഷ്യന്മാർ ഓരോ പ്രവാചകന്മാരുടെ അടുക്കിലേക്കും അള്ളാഹുവിനോട് ശഫാഅത്ത് നടത്താൻ വേണ്ടി ആവശ്യപ്പെടുന്ന ഒരു രംഗമുണ്ട്. ഓരോ നബിമാരിൽ നിന്നും അവർ ഓരോ കഴിവ് പറഞ്ഞ് ഞങ്ങൾക്ക് കഴിയില്ല, അടുത്ത ആളിലേക്ക് നിങ്ങൾ പോകൂ എന്ന് പറഞ്ഞ് ഓരോ നബിമാരും അങ്ങനെ ആ ആളുകൾ അടുത്ത പ്രവാചകന്മാരിലേക്ക് ഇങ്ങനെ നിയോഗിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ മനുഷ്യന്മാർ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ എത്തുന്ന നിമിഷം നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നേ കൂട്ടി പറഞ്ഞു തരുന്നുണ്ട്. അവിടെ അദ്ദേഹം അള്ളാഹുവിനോട് ഈ മനുഷ്യന്മാരെ വേഗത്തിൽ വിചാരണക്കെടുക്കാൻ വേണ്ടി ശഫാഅത്ത് നടത്താൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടുക എന്നാണ്. അതിനുള്ള കാരണം അദ്ദേഹം 3 കാരണങ്ങൾ പറയുന്നുണ്ട് ആ ആളുകളോട്. ഞാൻ എന്റെ സ്വന്തം കാര്യത്തിൽ തന്നെ പേടിച്ചിട്ടാണ്, ഭയത്തിലാണ് നിൽക്കുന്നത്, പിന്നെ എങ്ങനെ ഞാൻ റബ്ബിനോട് ശഫാഅത്ത് നടത്തും എന്നുള്ളതായിരുന്നു. അങ്ങനെ അദ്ദേഹം പറയുന്ന 3 കാരണങ്ങൾ, ഞാൻ പേടിച്ചു നിൽക്കുന്ന എന്റെ ജീവിതത്തിൽ വന്ന 3 അബദ്ധങ്ങളുണ്ട്, അത് പേടിച്ചിട്ട് നിൽക്കുകയാണെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്രേ. എന്നിട്ട് അദ്ദേഹം എടുത്തു പറയുന്ന 3 കാര്യങ്ങളിൽ ഒന്ന്, നാട്ടുകാരെല്ലാവരും കൂടി അവിടുത്തെ ആഘോഷത്തിന്, ബഹുദൈവ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ആഘോഷത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമെ വന്ന് നാട്ടുകാരൊക്കെ പല ക്ഷണിക്കുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം അവരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം പറയുന്ന ഒരു സൂചനയുണ്ട്, തന്ത്രമുണ്ട്. ഇന്നീ സഖീമും ഖുർആൻ പറഞ്ഞു തരുന്നുണ്ടത്. ഇന്നീ സഖീമും, ഞാൻ രോഗിയാണ്, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. ഇത് ഞാൻ പറഞ്ഞത് ഒരു അബദ്ധമാണ്, അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് ശഫാഅത്ത് എങ്ങനെ നടത്തും, ഞാൻ തന്നെ എന്റെ കാര്യത്തിൽ പേടിച്ചിട്ടാണ് നിൽക്കുന്നത് എന്നാണ്. രണ്ടാമത് അദ്ദേഹം പറയുന്നൊരു കാരണം എന്തെന്നാൽ, ബിംബങ്ങളെയെല്ലാം തച്ചുടച്ച് കോടാലി മഴ വെറിയവന്റെ കഴുത്തിൽ തൂക്കിയിട്ട് തിരിച്ചു പോന്ന് നാട്ടുകാരെക്കാളെ കൂടി ഇബ്രാഹിം നബിയെ തിരിച്ചുകൊണ്ടുവന്ന് ആരാ ഇത് നശിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവിടെയും അദ്ദേഹം പ്രയോഗിക്കുന്ന ഒരു തന്ത്രമുണ്ട്. അത് വലിയവരോട് ചോദിച്ചാൽ പോരെ, അവനത് കണ്ട ആളല്ലേ, അവനല്ലേ സാക്ഷിയായത്, ഒരുപക്ഷെ അവനായേക്കാം എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്. അതും എന്റെ അടുത്ത് വന്ന ഒരു അബദ്ധമാണ്, അതുകൊണ്ട് എനിക്ക് റബ്ബിനോട് ശഫാഅത്ത് നടത്താൻ പറ്റില്ല എന്നാണ്. മൂന്നാമത് അദ്ദേഹം പറയുന്നൊരു കാരണം, ഈജിപ്തിലേക്ക് സാറാ ബീവിയുമായുള്ള യാത്രയിൽ
അക്രമിയായ ഒരു ഭരണാധികാരി പിടിക്കുമ്പോഴും സാറാബീവി ആഗ്രഹിക്കുമ്പോഴും അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തന്ത്രം മെനയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ഇതെന്റെ സഹോദരിയാണെന്ന്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത് ആദം സന്തതികളുടെ കൂട്ടത്തിലെ ആദർശ ബന്ധുക്കളിലെ സഹോദരിയാണ് സാറ എന്നൊരു തന്ത്രം പ്രയോഗിക്കുകയുണ്ടായി. ഈ 3 കാരണങ്ങൾ കൊണ്ട് എനിക്ക് ശഫാഅത്ത് നടത്താൻ കഴിയില്ല, ഞാൻ ഈ 3 കാര്യത്താൽ ഞാൻ തന്നെ സ്വന്തം പേടിയിലാണ് എന്ന് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമെന്നാണ് പണ്ഡിതന്മാർ ഈ 3 കാര്യങ്ങളെ വിശദീകരിക്കുന്നത്. വേറൊരു പ്രത്യേകമായ ഒരു വശമാണ്. ഇതിനെ കളവുകൾ എന്ന് പറയില്ല എന്നും ഇതിനെ മാരിലുകൾ എന്നാണ് വിളിക്കുക എന്നും പണ്ഡിതന്മാർ പറയുന്നത്. ആ കളവല്ല. ഞാനിത് എന്തിനെ ആമുഖത്തിൽ സൂചിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, നമ്മൾ അറിയേണ്ടത് അബൂൽ അംബിയാ ഖലീലുല്ലാ എന്ന പേരിലേക്ക് അറിയപ്പെട്ട് ഉമ്മത്ത് എന്ന് അല്ലാഹു തന്നെ പരിചയപ്പെടുത്തിയ ഒരു മഹാനായ പ്രവാചകൻ, അദ്ദേഹം പരലോകത്തിന്റെ അവസ്ഥയിൽ ഞാൻ ഒന്നുമല്ല, എനിക്ക് ആർക്കൊന്നും ചെയ്തു കൊടുക്കാൻ കഴിയില്ല, ഞാൻ എന്റെ കാര്യത്തിൽ തന്നെ പേടിയിലാണ് എന്ന് പറയുന്ന എന്ന മാനസികാവസ്ഥയിൽ അള്ളാഹു ഏറ്റവും വലിയൊരു പ്രവാചകനായി പഠിപ്പിച്ചു തന്ന ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താവും എന്ന് ഒരു പുനർവിചിന്തനത്തിന് വേണ്ടിയിട്ടാണ് ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. നോക്കൂ, നിങ്ങൾ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രാർത്ഥനയാണ് വലാ തുഖ്സിനി യൗമ യുബഅസൂൻ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. വല്ലാത്ത 2-3 വചനങ്ങളാണ് സൂറത്തുൽ ശുആറയിലേത്. ആദ്യം അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ കുറച്ചുകൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാളിൽ എന്നെ നീ വഷളാക്കരുത്. കാരണം യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, അവിടെ സമ്പത്തും സന്താനങ്ങളും ഉപകാരപ്പെടില്ല. അവിടെ ഉപകാരപ്പെടുന്നത് ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ഋജുവായ നല്ലൊരു മനസ്സുള്ളവനെ അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പഠിച്ചവനെ എന്നെ നീ അവിടുന്ന് കൊടുക്കല്ലേ, എല്ലാരെയും മുമ്പിൽ വെച്ച് എന്നെ അപമാനിതനാക്കല്ലേ എന്ന് ആരാ പ്രാർത്ഥിക്കുന്നത് എന്നറിയോ? ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ നിമിഷവും ആ മരണത്തെക്കുറിച്ചും മരണാനന്തരം തുടങ്ങുന്ന പുതുജീവനെക്കുറിച്ചും നമ്മുടെ ചിന്തയിൽ ഉണ്ടാവണം. ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കി എന്ന് നമ്മൾ പറഞ്ഞു. ഹജ്ജ് ചെയ്ത ആളുകളും ഈ കൂട്ടത്തിൽ ഉണ്ടാവും. ഹജ്ജ് മനസ്സിൽ കൊണ്ടു നടക്കുന്ന 2 ടീമാ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുക. 2 പേർക്കും അറിയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഒന്ന്, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആ വസ്ത്രത്തെക്കുറിച്ച്? ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? പണ്ഡിതന്മാർ പറയാ അതൊരു മരണത്തിനോടൊരു കഫംപുടവയോടൊരു ചായവുണ്ട് അതിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജ് കാണുമ്പോഴും ഹജ്ജിലേക്ക് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോഴും ഹജ്ജ് സ്വപ്നം കാണുമ്പോഴും ഹജ്ജ് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഹജ്ജാജികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ വെള്ള വസ്ത്രവും അത് ധരിച്ചൊരു പ്രത്യേക രൂപവും അതിന്റെ എണ്ണവും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതെ, ഹജ്ജ് ചില ചിന്തകൾ നമുക്ക് നൽകുന്നുണ്ട് എന്നാണ്. അതിലൊന്ന് മരണചിന്ത തന്നെയാണ്. കാരണം എല്ലാവരും അവസാനത്തെ വസ്ത്രത്തിലേക്ക് പൊതിയുന്ന ഒരു അനുഭവം, ഒരു ഫീലിംഗാണ് ഇഹ്റാമിന്റെ വസ്ത്രത്തിന് എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മുസ്ദലിഫയിൽ ഒരു രാപ്പാർക്കലുണ്ട് ഹജ്ജിന്റെ കർമ്മത്തിൽ. ചെയ്തവർക്കറിയാം, അല്ലാത്തവർ വായിച്ചിട്ടുണ്ടാവും അല്ലേ? രാത്രി ചെന്ന് മുസ്ദലിഫയിൽ ഒന്ന് രാപ്പാർക്കണം. ആ രാപ്പാർക്കൽ ഇഹ്റാമിന്റെ വസ്ത്രത്തിലാണ്. അതവിടെ കിടക്കുന്നതിന് പ്രത്യേക രൂപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കവിളി ചേർത്ത് വെച്ച്, നെറ്റി ചേർത്ത് വെച്ച്, വലതുവശത്തേക്ക് ചെരിഞ്ഞ് ഖിബിലക്ക് അഭിമുഖമായി ഈ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ കിടക്കണം. കബറിൽ എങ്ങനെ കിടക്കാൻ നമുക്കറിയാലോ? കിടത്തിയ ആളുകളെ നമ്മള് ഖിബിലക്ക് അഭിമുഖമായി വലതുവശത്തേക്ക് ചേർത്ത് വെള്ള പൊതിഞ്ഞ വസ്ത്രത്തിൽ കിടത്തി തിരിച്ചു പോരുന്ന ആളുകളാണ് നമ്മള്. എങ്കിൽ അത് മുസ്ദലിഫ എന്ന അവിടെ രാപ്പാർക്കുക എന്നൊരു കർമ്മം മനുഷ്യരെ നിങ്ങൾക്ക് ഖബറിൽ കിടക്കുന്ന ചില ചിന്തകൾ സമ്മാനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹജ്ജിനെ പേടിക്കില്ലെങ്കിലും അതേ മക്കയിലേക്ക് ഈ ഒരു ആനുകാലികത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആ ചിന്ത ഉണ്ടാവണമെന്നാണ് പണ്ഡിതന്മാർ നമ്മളോട് പഠിപ്പിക്കുന്നത്. അറഫയിൽ ലക്ഷങ്ങളാ ഒരുമിച്ച് കൂടിയത്. അതെന്താ? മഹ്ശറിന്റെ ഒരു അനുഭവമുണ്ട് എന്നാണ്.
മഹ്ശറെന്ന് പറഞ്ഞാൽ ലോകത്തിലെ മുഴുവൻ ജനങ്ങളും തടിച്ചുകൂടുന്ന ഒരു രംഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എങ്കിൽ ആ മഹ്ശറിന്റെ ചിന്തയും മഹ്ശറിന്റെ ഓർമ്മയും അങ്ങ് മുകളിൽ മുകളിലായി സൂര്യൻ നിൽക്കുന്ന അവസ്ഥയും വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന അവസ്ഥയും തിക്കും തിരക്കുമായി നിൽക്കാൻ മാത്രം ഒരു വേള ഒരു കാല് വെക്കാൻ തന്നെ സ്ഥലം മാത്രമുള്ള ഒരു ഇടമായി മഹ്ശർ പരിചയപ്പെടുത്തുമ്പോൾ ഹജ്ജിന്റെ പ്രധാന കർമ്മമായ അറഫയിലെ നൃത്തം മനുഷ്യരെ മഹ്ശർ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തണം എന്നാണ് റസൂലുള്ളാഹിന്റെ ഹദീസുകളെ വിശദീകരിച്ച് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അഥവാ ഹജ്ജെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതാവസാനവും അതിനപ്പുറത്തുമുള്ള ഒരു ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്ന് ഈ ഒരു സമയത്ത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മറ്റൊന്ന്, സഹനത്തിന്റെയും ക്ഷമയുടെയും വിട്ടുവീഴ്ചയുടെയും പരസ്പര സഹായിക്കലും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ലക്ഷക്കണക്കിൽ വരുന്ന മനുഷ്യന്മാർ ഇങ്ങനെ നടക്കാണ്, ഓടുകയാണ്, എറിയാണ്, ചുറ്റാണ്, കാപ്പിയാണ്, കിടക്കാണ്, ഇരിക്കാണ്, സുന്നത്ത് നിസ്കരിക്കാണ്. അതിന്റെ ഇടയിൽ നിന്ന് എന്നെ ഏൽപ്പിച്ച എനിക്ക് ചെയ്തു തീർക്കേണ്ട ലക്ഷങ്ങൾ ചിലവഴിച്ച് ഞാൻ എത്തിയ ദിവസങ്ങൾക്കുള്ളിൽ ചെയ്തു തീർക്കേണ്ട എന്റെ കർമ്മങ്ങൾ ക്ഷമയോടെ സഹനത്തോടെ ആരെങ്കിലും മുന്തിയാലോ തള്ളിയാലോ ഞാൻ മറന്നു വീണാലോ അവിടെ നിന്ന് തിരിച്ചെഴുന്നേറ്റ് വിട്ടുവീഴ്ച നൽകി എന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കി ഒരു വേള ബുദ്ധിമുട്ടുന്നവനെ കാണുമ്പോൾ പരസ്പരം സഹായിച്ച് നിർവഹിക്കേണ്ട ഹജ്ജ് കർമ്മം നമുക്ക് നൽകുന്ന സന്ദേശം സഹനത്തിന്റേതാണ്, ക്ഷമയുടേതാണ്, വിട്ടുവീഴ്ചയുടേതാണ്, പരസ്പര സഹായത്തിന്റേതാണ് എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കിലോമീറ്ററുകളോളം നടക്കുന്നു ഏൽപ്പിക്കപ്പെട്ട കർമ്മങ്ങളെ പൂർത്തിയാക്കാൻ വേണ്ടി. അവിടെ കൂട്ടല് ഹജ്ജും മബറൂറായ ഹജ്ജായോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി പണ്ഡിതന്മാർ ചില അടയാളങ്ങൾ പറയുന്നുണ്ട്. ഇനി ഹാജിമാർ തിരിച്ചു വരുമല്ലോ, അവരുടെ ഹജ്ജ് അല്ലാഹു മബറൂറാക്കിയിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ചില അടയാളങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നിടത്ത് ഈ കൂട്ടത്തിൽ ഹജ്ജ് ചെയ്തവരുണ്ടെങ്കിൽ അതിന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് തിരിച്ചറിയേണ്ട സമയമാണിത്. പണ്ഡിതന്മാർ പറയണം, എന്ന് പറഞ്ഞാൽ ഹജ്ജിന് മുമ്പ് പോണതിനേക്കാളും നല്ല ഹാലാണ് ഹജ്ജ് കഴിഞ്ഞിട്ട് ഹാജിമാർക്ക് ഉണ്ടാവേണ്ടത് എന്നാണ്. പോണതിന് മുമ്പ് ഒരേപോലെയാണ്, തിരിച്ചു വന്നിട്ട് ഒരേപോലെയാണെങ്കിൽ അത് മബ്റൂറായുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ട് എന്നാണ്. എന്നാൽ പോയി വന്നതിന് ശേഷം കുറച്ച് പ്രത്യേകതകളുണ്ട്, ഉണ്ടാവണം എങ്കിലേ അത് ഹജ്ജും മബ്റൂർ ആവുള്ളൂ എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഒന്നുകൂടി ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി കൂട്ടിച്ചേർത്തത് അൽ ഹജ്ജുൽ മബ്റൂർ അൻ യർജിഅ സാഹിബൻ ഫിദ്ദുനിയ. ഹജ്ജുൽ മബ്റൂർ ചെയ്യപ്പെട്ട മനുഷ്യൻ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനോ ദുനിയാവിനോട് ഒരു സുഹൃദ് ഉണ്ടാവുന്നതാണ്, ദുനിയാവിനോട് ഒരു വിരക്തി ഉണ്ടാവും. ആഖിറത്തിനോട് വല്ലാത്തൊരു ആർത്തിയും ഉണ്ടാവും. ദുനിയാവിനോട് ഒന്നും ഉണ്ടാവില്ല, വല്ലാതെ ഒരു വിരക്തിയാവും. എന്നാൽ പരലോകത്തിനോട് ആസക്തി ഉണ്ടാവും. അതാണ് മബ്റൂറായ ഹജ്ജിന്റെ അടയാളങ്ങളുടെ കൂട്ടത്തിൽ പെട്ടത് എന്ന് ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. ഇത്തിബാഉ റസൂൽ. സഹോദരങ്ങളെ, ഇവിടെ ചില തിരിച്ചറിവുകൾ നമുക്കുണ്ട്. ഇത്തിബാഉ റസൂൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അവിടെ ഹജ്ജ് കർമ്മത്തിന് പോയി അല്ലേ, ചിലപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ തന്നെ ഇഹ്റാം കെട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയാൽ ഇഹ്റാം കിട്ടുന്നു. അവിടെ മുതൽ ആലോചിച്ചിട്ടുണ്ട് നടത്തം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാഅാണ്, പിൻപറ്റലാണ്. ചുറ്റല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റൽ, എറിയല് റസൂലുള്ളാഹി എറിഞ്ഞതുപോലെയാണ്, കിടന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നതുപോലെയാണ്, വസ്ത്രം ധരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം ധരിച്ചതുപോലെയാണ്, വെട്ടിയത് അല്ലാഹുവിന്റെ റസൂൽ ഇത്തിബാഅ് ചെയ്തതാ. ഇരുത്തവും നടത്തവും നൃത്തവും ഓട്ടവും ചുറ്റലും എറിയലും വെട്ടലും കിടക്കലുമൊക്കെ ഇത്തിബാഉ റസൂൽ, അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റുന്നു എന്ന വല്ലാത്തൊരു ചര്യയാണ് അവിടെ നടക്കുന്നതെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞു, ഹജ്ജിന്റെ കർമ്മം നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണം. അവിടെ നമുക്ക് ചില തിരിച്ചറിവ് ഹജ്ജിന് പോകാത്തവർക്കും പോയവർക്കും ഒക്കെ ഉണ്ട്. അതെന്താണെന്നറിയോ? അള്ളാന്റെ റസൂലിനെ പൂർണ്ണമായി പിൻപറ്റുന്ന ഒരാളായി ഞാൻ മാറുമെന്നാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ പുരുഷന്മാരെ വേഗം നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ, ഒന്ന്
പുരുഷന്മാരുടെ വസ്ത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സുന്നത്തുണ്ട്. ഞാൻ നമുക്ക് വേഗം മനസ്സിലാകാൻ വേണ്ടി പറയാം. പുരുഷന്മാരുടെ വസ്ത്രം റസൂലുള്ളാഹി പറഞ്ഞു നിര്യാണിക്ക് താഴെ ഇറങ്ങാൻ പാടില്ല. ഹജ്ജ് കഴിഞ്ഞ് നിൽക്കുന്ന ഈ സന്ദർഭത്തില് ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും 4 ലക്ഷം 5 ലക്ഷത്തോളം ഉറപ്പ് ചെലവാക്കി പോയി തിരിച്ചു വരുമ്പോ ഓരോ അതിനെത്രമാത്രം നമ്മൾ പഠിച്ചു, എത്രമാത്രം ക്ലാസ് അറ്റൻഡ് ചെയ്തു, എത്രമാത്രം അത് ഇരുന്ന് അധ്വാനിച്ച് ഉണ്ടാക്കി, എന്നിട്ട് ഒക്കെ പിൻപറ്റി പോരുമ്പോൾ നമുക്ക് അവിടുന്ന് കിട്ടുന്ന മെസ്സേജ് എന്താണെന്നറിയാം. പുരുഷന്മാരെ, സ്ത്രീകളെ, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചെന്ന സുന്നത്തുകളുണ്ട്. അത് വേഷത്തിലുണ്ട്, അത് നടത്തത്തിലുണ്ട്, അത് ഇരുത്തത്തിലുണ്ട്, അത് ഭക്ഷണം കഴിക്കുന്നതിലുണ്ട്, എല്ലാറ്റിലും ഉണ്ട് എന്നാണ്. എല്ലാറ്റിലും ഉണ്ട്. അവിടെ നിങ്ങളൊന്ന് ആലോചിച്ചു, നമ്മൾ എത്ര ആൾക്കാർ അത് ചെയ്യുന്നുണ്ട്? കാരണം പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമുക്ക് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ നാട്ടുകാർക്ക് അതേ വർഷങ്ങൾക്ക് മുമ്പ് ആദർശം കിട്ടിയ ആളുകളാണ് നമ്മുടെ നാടും നമ്മുടെ മഹല്ലും എന്ന് പറഞ്ഞാൽ. സ്വാഭാവികമായും ദീന് കുറച്ച് കൂടുതൽ നമ്മൾ ജീവിതത്തിൽ കൊണ്ടിറക്കുമ്പോ ദീനിന്റെ ക്വാളിറ്റി കൊണ്ട് നമ്മുടെ ക്വാളിറ്റിയും എന്ത് ചെയ്യണം? വർദ്ധിക്കണം. പക്ഷെ പലപ്പോഴും പല നാടുകളുടെയും ഒരു വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ ഈ വില കുടിപ്പുള്ള സാധനം ജീവിതത്തിൽ കൊണ്ടു നടക്കുമ്പോഴും ആ ക്വാളിറ്റി പലപ്പോഴും ഉണ്ടാകാറില്ല. അവിടെയാണ് ആ പൂർണ്ണമായി വില കുടിപ്പുള്ള സാധനം കൊണ്ടു നടക്കുന്നവരെക്കാരും വീഴ്ച. അതല്ലാതെ അത് കൊണ്ടു നടന്നതെന്ന് പിന്നെ ക്വാളിറ്റി കുറവ് ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുകയും നമ്മളെ വീട്ടിലെ പുരുഷന്മാരെയും നമ്മളെ വീട്ടിലെ ആൺകുട്ടികളുടെയും വസ്ത്രത്തിന്റെ ഗൗരവത്തിന്റെ വിഷയത്തിൽ നിര്യാണിക്ക് താഴെ പുരുഷന്മാരുടെ വസ്ത്രം പോകാറുണ്ടോ? ലോകത്ത് സ്ത്രീയുടെ വസ്ത്രത്തെ സംബന്ധിച്ച് മുസ്ലിങ്ങൾ മാത്രമല്ല, ലോകത്തെ ഇസ്ലാമിനെ എതിർക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും പറയും. അവരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ അകത്ത് പെണ്ണിന് മാത്രമേ വസ്ത്രത്തിന്റെ നിയമമുള്ള, അതല്ല എന്ന് പഠിപ്പിച്ചെടുക്കേണ്ട പുരുഷന്മാരാണ് നമ്മൾ. പെണ്ണിന് മാത്രമല്ല, പെണ്ണിന് അതിൻ്റെതായ നിയമമുണ്ട്. അവരുടെ പ്രകൃതിയും അവരുടെ ശാരീരിക ആകൃതിയും അനുസരിച്ച് ഇസ്ലാം അവരുടെ സംരക്ഷണാർത്ഥം നിലനിർത്തിയ നിയമമുണ്ട്. അതോടൊപ്പം തന്നെ പുരുഷനുണ്ട് നിയമം. പക്ഷേ അത് പലപ്പോഴും പുറലോകം അറിയാറില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ വിമർശിക്കുന്നിടത്തവർ കാര്യമായി എടുക്കാറ് പെണ്ണിനെ നിങ്ങൾ അടിമകളാക്കി അവരെ നിങ്ങൾ ഹിജാബിന്റെ ഉള്ളിലാക്കുന്ന അതേ മുസ്ലിം സമുദായത്തിലെ പുരുഷന്മാർക്കും ഇതുണ്ടെന്നൊന്ന് ജീവിതം കൊണ്ട് തെളിയിച്ചെടുക്കാൻ പലപ്പോഴും ഇസ്ലാമിന്റെ അകത്തുള്ള കേവലം ചില മുസ്ലിങ്ങൾക്കല്ലാതെ സാധിക്കാറില്ല എന്നതാണ്. എന്താണത്? ഒന്നുള്ള നിര്യാണിക്ക് താഴേക്ക് പോകാൻ പാടില്ല, ചില വസ്ത്രങ്ങളും ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടുങ്ങിയത് പുരുഷന്മാർക്കും പറ്റൂല, സ്ത്രീകൾക്ക് മാത്രമല്ല. ഉള്ളു കാണുന്ന വസ്ത്രം സ്ത്രീക്ക് മാത്രമല്ല, പുരുഷന്മാർക്കും പറ്റൂല. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് ഹജ്ജിനെ അത്രയേറെ പിൻപറ്റി ജീവിക്കുന്ന വലിയൊരു മെസ്സേജ് നമുക്ക് സമ്മാനിക്കുന്ന ആ ഹജ്ജിന്റെ പേരിൽ ഒരു ബലിപെരുന്നാൾ കൊണ്ടാടി നിൽക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീട്ടിന്റെ അകത്ത് എണ്ണങ്ങളുള്ള പുരുഷന്മാരുടെ അടിവസ്ത്രത്തിന്റെ അഥവാ താഴേക്കിടുന്ന കാലിനെ ധരിക്കുന്ന വസ്ത്രത്തിന്റെ നീളത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് പാലിക്കാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അത് നമ്മൾ നന്നാക്കിയെടുക്കണം കൂട്ടരെ. 4 മദ്ഹബി പണ്ഡിതന്മാർ, അവർക്കിടയിൽ നമസ്കാരത്തിന്റെ പല വിഷയങ്ങളിലും ചർച്ചയുണ്ടല്ലേ. നമ്മുടെ നാട്ടിൽ വഴക്കത്ത് കിട്ടുന്നവരുണ്ട്, നെഞ്ചത്ത് കൈ കിട്ടുന്നവരുണ്ട്, തെറ്റണ്ടാതെ പറയുന്നവരുണ്ട്. ഇത് മദ്ഹബി പണ്ഡിതന്മാർക്കിടയിലുള്ള ചർച്ചയാ. നിങ്ങൾക്കറിയോ, മദ്ഹബി പണ്ഡിതന്മാർക്കിടയിൽ ഏകാഭിപ്രായ വിഷയമുണ്ട്. താടി വധിക്കൽ ഹറാമാണ്. താടി വധിക്കൽ ഹറാമാണ്. ആരാണല്ലോ? ഇമാം ഷാഫിഈ, ഇമാം അബൂ ഹനീഫ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മാലിക്. ഇവര് 4 പേരും ഇവരുടെ പേരിൽ പലപ്പോഴും നമ്മുടെ നാട്ടുകാർ തല്ലിയിടാറ് ഏൽക്കയില്ല, ഇവരുള്ളിൽ അതില്ല. നാട്ടുകാർക്ക് തല്ലുകൂടുന്നവരുണ്ടല്ലോ, അവർക്ക് 4 പേർക്കും ഏകാഭിപ്രായമാണ് വധിക്കൽ ഹറാമാണ് എന്നുള്ളത്. വധിക്കൽ ഹറാമാണ് എന്നുള്ളത്. അതിൽ വധിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഇല്ല എന്നുള്ളത് അൽഹംദുലില്ലാഹ്. എന്നാൽ കൂട്ടരെ നീട്ടുന്ന വിഷയത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുണ്ട്. നമ്മുടെ കാലം കുറയായിട്ടും എന്തേ നമ്മുടെ താടി നീളാത്തത് എന്ന ചോദ്യം നമ്മളോടുണ്ട്. നമ്മളോട് ചോദിക്കണം. സ്വയം വിമർശിക്കാതെ നമ്മൾ ആരും പേരെ നന്നായിട്ടില്ല കൂട്ടരെ. അതുകൊണ്ട് ഞാൻ എന്നോടും നമ്മളോടും അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന ഹജ്ജിന് ചാനായി റസൂലിനെ ഉമർ ഖത്താബ് ഹജറുൽ അസ്വദ് കയ്യിലെടുത്ത് അതിന് മുട്ടിക്കൊണ്ട് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ഹജറെ, നീ കല്ലാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ നിന്ന് മുട്ടുന്നത് നിനക്കെന്തെങ്കിലും പ്രത്യേകത ഉണ്ടായതുകൊണ്ടല്ല, നിന്റെ റസൂല് മുട്ടിയത് കൊണ്ടാണ്. അതാണ് ഇത്തിബാഉ റസൂൽ. അതാണ് റസൂലുള്ള കാണിച്ചു തന്നതുപോലെ
നിർവഹിക്കുക എന്നുള്ളത്. അതുകൊണ്ട് കൂട്ടുകെ അതേ വിമർശന ബുദ്ധിയാൽ അല്ലാഹു റസൂലിന്റെ സുന്നത്തിലെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇങ്ങനെ സന്തോഷത്തോടുകൂടി ഹജ്ജാജിമാർ തിരിച്ചു വരുമ്പോൾ നമുക്കിക്കെല്ലാം ഹജ്ജ് ചെയ്യാൻ അവസരം കിട്ടില്ല എന്നുള്ള ദുഃഖം ഒരു വിശ്വാസിയുടെ മനസ്സിൽ സ്വാഭാവികമായും ഉണ്ട്, നമ്മുടെയൊക്കെ മനസ്സുകളിലുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നിന്നിട്ട് കുറച്ച് ഹജ്ജിന്റെ പേര് വാങ്ങാം, അതിലൊന്ന് നമ്മൾ എന്നെടുക്കുന്നതാ നീയത്ത് വെച്ചാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ നീയത്താക്കി പോകുന്നത് ഒന്നെടുത്ത് പോയാൽ നിങ്ങൾക്ക് ഹജ്ജിന്റെ കൂലി ഉണ്ടെന്ന്. അപ്പൊ എത്ര ഹജ്ജ് ചെയ്തിട്ടുണ്ടാവും കുട്ടികൾ നമ്മൾ? അങ്ങനെയൊക്കെ ഹജ്ജിന്റെ കൂലി കിട്ടുമെന്ന് നമ്മൾ ചിന്തിക്കും. റസൂലുള്ള പറഞ്ഞത് പിന്നെ അതിനപ്പുറം വേണ്ടല്ലോ. അതുകൊണ്ട് നമ്മളൊക്കെ ചെയ്യുന്നതാ, ഭൂരിഭാഗം ആളുകളും അത് നിർവഹിക്കുന്നതാ. പള്ളി നമസ്കാരത്തിന് ജമാഅത്തിന് വേണ്ടി, ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വീട്ടിൽ നിന്ന് വരുന്നവർക്ക് ഹജ്ജിന്റെ കൂലിയുണ്ടെന്ന് റസൂലുള്ളാഹിന്റെ ഹദീസുകളെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. രണ്ടാമത്തേത്, അതേ നമസ്കാരം കഴിഞ്ഞിരുന്നാൽ നമ്മൾ ഇന്നും ചെയ്യുന്ന സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബർ കൊണ്ട് 33 അത് ചെറിയൊരു ഹജ്ജിന്റെ കൂലിയുണ്ട് എന്നാണ്. നീയത്തിന്റെ ഒറ്റ പ്രശ്നമുള്ള സൂത്രേ 5 ഹജ്ജ് ഒരു ദിവസം നമുക്ക് നേടാനുള്ള അവസരം അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മൂന്നാമത്തേത്, ഇൽമ് നേടാനോ ഇൽമ് നൽകാനോ വേണ്ടി പള്ളിയിലേക്ക് പോകുമെങ്കിൽ അവനും ഹജ്ജിന്റെ കൂലിണ്ടെന്നാണ്. ഒന്നില്ലെങ്കിൽ ഇൽമ് പകർന്ന് നൽകാൻ, അല്ലെങ്കിൽ ഇൽമ് നേടാൻ വേണ്ടിയിട്ട് ഇതിനും ഹജ്ജിന്റെ കൂലിണ്ടെന്നാണ്. മറ്റൊന്ന്, ഹാജിമാരെ ഒരുക്കിയവർക്ക്, നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ളവരുണ്ട്, ഹാജിമാരെ ഒരുക്കുന്നവർക്ക് ഹജ്ജിന്റെ കൂലിയുണ്ട്. മറ്റൊന്ന് റമളാനിലെ ഉംറയാണ്, അതിനും ഹജ്ജിന്റെ കൂലിയുണ്ട്. ഇത് ചിലത് നമ്മൾ എന്നും ചെയ്യുന്നതും നമ്മളെ ശ്രമിച്ചാൽ പറ്റുന്നതും ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, നാട്ടിൽ നിൽക്കുമ്പോഴും നമുക്ക് ഈ പ്രതിഫലമൊക്കെ കിട്ടുന്നുണ്ട്. അതിനുള്ള ചില നിയ്യത്തുകളുടെ കുറവേ നമ്മുടെ അടുത്തുള്ളൂ. ഒരു ചെറിയ ശ്രദ്ധ നമുക്ക് വലിയ പ്രതിഫലങ്ങൾ സമ്മാനിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഹജ്ജിനെ നോക്കിക്കാണാനും ഈ ദുൽഹിജ്ജയെ സമീപിക്കാനും, ദുൽഹിജ്ജയുടെ പെരുന്നാൾ കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് അതൊക്കെ കഴിഞ്ഞു എന്ന മാനസികാവസ്ഥയിൽ നിന്ന് മാറി ചിന്തിക്കുന്ന, ആരാധനകൾ എടുക്കുന്ന, വിശ്വാസത്തെ കണിശമാക്കുന്ന ആളുകളെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസ്സല്ലി വനുസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് അവനെ ഭയപ്പെട്ട് ജീവിക്കണം എന്നൊരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു കഥ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹം തന്നെയാണ് അത് പറഞ്ഞു തരുന്നത്. അദ്ദേഹം പറയുകയാണ്, എന്റെ മനസ്സ് ഇസ്ലാമിലേക്കൊന്ന് ചായ്ഞ്ഞപ്പോൾ, ഇസ്ലാമിലേക്കൊരു വിശാലത കിട്ടിയപ്പോൾ ഞാൻ റസൂലുള്ളാഹിയുടെ അടുക്കലെത്തി ബൈഅത്ത് ചെയ്യാൻ വേണ്ടി. റസൂലുള്ളാഹിയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ കൈ നീട്ടണം. റസൂലുള്ള കൈ നീട്ടി. ഞാനത് പിടിച്ചു. റസൂലുള്ളാഹിക്ക് മനസ്സിലായി ഞാൻ ഷഹാദത്ത് ചൊല്ലാൻ വന്നതാണെന്ന്. പക്ഷേ ഞാൻ ആ കയ്യും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ, വിടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ള ചോദിച്ചു, എന്താ അമ്രെ കാര്യമെന്ന്. ഞാൻ പറഞ്ഞു, റസൂലെ, ഒരു കണ്ടീഷനുണ്ട്, ഒരു ഷർത്തുണ്ട്. അഥവാ എനിക്ക് മുസ്ലിം ആകണമെങ്കിൽ നിങ്ങൾ ആ ഷർത്ത് അംഗീകരിച്ച് തരണം, ആ കണ്ടീഷൻ നിങ്ങൾ അംഗീകരിച്ച് തരണം, എന്നാലേ ഞാൻ ഇസ്ലാം സ്വീകരിക്കുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, എന്താ അമ്രെ നിന്റെ കണ്ടീഷൻ? റസൂലെ, എനിക്കെന്റെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടണം, എന്നാലേ ഞാൻ ഇസ്ലാം സ്വീകരിക്കുള്ളൂ. കാരണം എന്നാലും ഇസ്ലാം സ്വീകരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധികേന്ദ്രമായിരുന്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ഒരു വേള ഇസ്ലാമിനെതിരെ അണിനിരത്തിയ വലിയ വലിയ ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും ഉന്മൂലനത്തിനൊക്കെ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ ബുദ്ധികേന്ദ്രങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രധാനിയായിരുന്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി പറഞ്ഞു, അംറേ, നിനക്കറിയില്ലേ ഇസ്ലാം സ്വീകരിച്ച മുമ്പുള്ള പിന്നൊക്കെ പെരുന്നോന്ന് നിനക്കറിയില്ലേ? അതുകൊണ്ട് ഈ ധൈര്യത്തിൽ എന്ത് ചെയ്തോ? ഇസ്ലാം സ്വീകരിച്ചോ. രണ്ടാമത്തേത് റസൂലുള്ളാഹി അന്നൽ ഹിജ്റ തഹ്ദമു ഖബലഹ, അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ദീനിൽ വേണ്ടി വേറൊരു നാട്ടിലേക്ക് പലായനം ചെയ്താലും മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പുറത്തെത്തുമെന്ന് നിനക്കറിയില്ലേ
മൂന്നാമത്തെ റസൂലുള്ള പറയുക അന്നൽ ഹജ്ജ യഹ്ദമു മാ കാന ഖബ്ലഹു, നീ മുൻപ് ചെയ്ത കർമ്മങ്ങളൊക്കെ തിന്മകളൊക്കെ പുറത്തു കിട്ടുന്ന ഹജ്ജുണ്ടെന്ന് നിനക്കറിയില്ല. ഈ മൂന്നെണ്ണത്തിലുണ്ടല്ലോ, പിന്നെന്താ നിന്റെ ഷർത്ത് അംഗീകരിക്കാൻ പണി എന്ന് പറഞ്ഞ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്ന് ആണ്. കൂട്ടരെ, ഒരു കുഞ്ഞി ജനിച്ചു വീണ മനസ്സുമായിട്ടാണ് ഹാജിമാർ തിരിച്ചു വരുന്നത് എന്ന്. എന്തിനാ ഈ ഹജ്ജ് കഴിഞ്ഞിട്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് വീണ്ടും ഇതൊക്കെ പറയുന്നത്? ചില ആളുകളുടെ മനസ്സിലും മുഖത്തിലും ഉണ്ടാവും, ഒന്നുമില്ല കൂട്ടരെ, അടുത്ത കൊല്ലമുണ്ട് ഹജ്ജ്, അടുത്ത കൊല്ലമുണ്ട് ഹജ്ജ്. ഒരു കൊല്ലം മുമ്പെങ്കിലൊക്കെ പ്ലാൻ ചെയ്താലേ നമുക്കൊന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യാലോ. അതിൽ നിന്ന് നമ്മളിത് തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ വേണം നമുക്കൊരു പൂതി, നമുക്കൊരു ആഗ്രഹം, അതിന് അള്ളാഹിനോടുള്ള ഏക്കം. നമ്മൾ വല്ലാതെ ആഗ്രഹിച്ചാൽ അല്ല നടത്തിത്തരാത്ത എന്തായാലും ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ. അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കേണ്ടത്, കഴുകിക്കളഞ്ഞ ഹൃദയവുമായിക്കൊണ്ടാണ് ഹാജി തിരിച്ചു വരിക എന്ന് നമ്മൾ തിരിച്ചറിയണം. മാത്രമല്ല, പലപ്പോഴും എന്തപ്പോ ക്യാഷിന്റെ കാര്യം, സമ്പത്തിന്റെ കാര്യക്കായിരിക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ ഹദീസ് വല്ലാതെ ഈ വിഷയത്തിൽ നമ്മൾ അറിയേണ്ട. റസൂലുള്ളാഹി ഹജ്ജ് ഉംറയും എന്ത് ചെയ്യുക? തുടർത്തുക. കാരണം ആ രണ്ടെണ്ണത്തെ നശിപ്പിക്കുന്ന, ഏതാണ് രണ്ടെണ്ണം? ഒന്ന് ദാരിദ്ര്യത്തെയും മറ്റൊന്ന് പാപങ്ങളെയും നശിപ്പിച്ച് കളയുന്നതാണ് ഉംറയും ഹജ്ജും എന്നാണ്. എന്നിട്ട് റസൂലുള്ള ഒരു ഉപമ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഇരുമ്പ് തീയിലിട്ട് ഉരുക്കിയെടുത്ത് അതിൽ നിന്ന് അതിന്റെ വേണ്ടാത്തൊക്കെ പോകുന്നത് പോലെ ഹജ്ജ് കൊണ്ട് ഉംറ കൊണ്ടും നിങ്ങളെ പാപങ്ങളും പോകും, നിങ്ങളെ ഫഖറും പോകുന്ന, ദാരിദ്ര്യം പോകുന്ന. പലപ്പോഴും ദാരിദ്ര്യവും സമ്പത്ത് കുറയുമോ എന്ന പേടിയുമാണ് ഉണ്ടായിട്ടും ഹജ്ജിന് പോകാതെ ചില മനുഷ്യങ്ങൾ. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അസുഖത്തെ ചികിത്സിക്കുന്നത്. അവിടെ എന്ത് ചെയ്യണ്ട? ഫഖറിനെ ഒഴിവാക്കി തരുമെന്നാണ്. മാത്രമല്ല, അള്ളാന്റെ മാർഗത്തിൽ ചിലവരുണ്ട് പോലെയാണ് ഹജ്ജിന്റെ സമ്പത്ത്. കാരണം അത് 700 ഇരട്ടിയായി അള്ള തിരിച്ചിരുന്ന അള്ളാന്റെ മാർഗത്തിൽ 1 രൂപ കൊടുത്താൽ അത് 700 രൂപയിൽ തിരിച്ചിരുന്നാണ്. എന്നതുപോലെ നിങ്ങൾ ചെലവഴിക്കുന്നതിന്റെ 700 ഇരട്ടിയായി തിരിച്ചു തരാൻ കാരണമുള്ളതാണ് ഹജ്ജെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ഗ്യാരണ്ടിയിലാണ് 3 വിഭാഗം ആളുകൾ. ഒന്നാമത്തേത് പള്ളികളിൽ നിന്ന് പള്ളികളിലേക്ക് ആരാധനയ്ക്ക് വേണ്ടി പോകുന്ന ആളുകളാ. രണ്ടാമത്തേത് അള്ളാഹുവിന്റെ മാർഗത്തിലെ യോദ്ധാവ്, അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്. മൂന്നാമത്തേത് ഹജ്ജിന് വേണ്ടി പോയ ആള് അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്, അള്ളാഹുവിന്റെ അതിഥിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മരിച്ചാൽ കൂടി സ്പെഷ്യൽ ഉണ്ട് കൂട്ടരെ ഹജ്ജിന്റെ ആൾക്കാർക്ക്. അവിടെ വെച്ച് മരിച്ചാല് അതിനൊരു സ്പെഷ്യൽ. സാധനങ്ങൾ ആലോചിച്ച് നമ്മളൊക്കെ കൂടെ എങ്ങനെ എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണെന്ന് വെച്ചാല്, ഉള്ള 2 വസ്ത്രത്തിൽ എന്ത് ചെയ്യുക? കഫം പുതിയുകയും മുഖവും തലയും മറക്കാതെ എന്ത് ചെയ്യണം? മറമാറണം. അവിടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ഒരു തൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ്. അതുകൊണ്ട് ഹജ്ജിന് ഇത്ര പോളിശയും നമുക്ക് വല്ലാത്ത ആഗ്രഹമൊക്കെ അതിലുണ്ടാകുന്നത്. എന്തുകൊണ്ട് ഇത്രയേറെ പള്ളിയെന്ന് വെച്ചാല്, സക്കാത്ത് പൈസ കൊണ്ടുള്ള ആരാധനയാണ്, നിസ്കാരം ശരീരം കൊണ്ടുള്ള ആരാധനയാണ്, നോമ്പും ശരീരം കൊണ്ടുള്ള ആരാധനയാണ്. പക്ഷെ ഹജ്ജുണ്ടല്ലോ, സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടുമുള്ള ആരാധനയാണ് എന്നൊരു പ്രത്യേകത കൊണ്ട് തന്നെ അതിന് ഫൗലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാം. അത് സമ്പത്ത് ഉണ്ടായാലും മാത്രമേ ഹജ്ജിന് പോകാനുള്ള പൈസകളെ കയ്യിലുണ്ടെങ്കിലേ അത് നിർബന്ധമാണ്. കാരണം അത് ഇസ്ലാം കാര്യത്തിൽ 5 എണ്ണിയതാ. പിന്നെ പല കാരണങ്ങളും പറഞ്ഞത് പ്രായമായിട്ടില്ല, ചെറുതല്ലേ, ബാധ്യതകൾ തീർന്നില്ല, അതൊന്നും പഠിച്ചതൊക്കെ സ്വീകരിക്കൂല. സക്കാത്തിന് സ്വത്തുണ്ടായിട്ട് സക്കാത്ത് കൊടുത്തഴിഞ്ഞാൽ എന്താ ശിക്ഷ? എന്നതുപോലെ ഹജ്ജിന് എല്ലാം ഒരുങ്ങിയിട്ട് ഹജ്ജിന് പോകാത്തവർക്ക് അത് നിർബന്ധമാണ്. അതിന് ഇനിയും കാരണങ്ങൾ പറഞ്ഞ് പോകാതിരിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് ശിക്ഷയ്ക്ക് കാരണമാകും എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. എന്നാൽ നമുക്കുമുണ്ട് ആ മക്കയിലും ഹറമിലും കാബയുടെ ചാരത്തും അള്ളാന്റെ റസൂൽ നടത്തുകൂടെ നടക്കാനൊക്കെ ആഗ്രഹമെങ്കിൽ കൂട്ടരെ നമ്മൾ അള്ളാഹിനോട് നന്നായൊന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. ഒരു കൊല്ലം മുമ്പ് നമ്മളൊന്ന് ഒരുങ്ങ. എല്ലാം അള്ളാഹുവാണല്ലോ തരുന്നവൻ, അള്ളാഹുവാണല്ലോ എല്ലാത്തിനും കഴിവുള്ളവൻ. നമ്മളെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും നമ്മൾ അടുത്ത കൊല്ലം ആകുമ്പോഴേക്കും കടം മൂടുക എന്ന പ്ലാനിംഗ് ആണെങ്കിലും നമ്മൾ അള്ളാഹോട് പറയക്കൂട്ടി ആഗ്രഹിക്കണേനും
തേടുന്നതിനും നമുക്ക് കൂലിയുണ്ടല്ലോ. അതുകൊണ്ട് അള്ളാഹുവിനോട് തേടി, അള്ളാഹുവിനോട് പറഞ്ഞ്, വല്ലാതെ മൂതിരിച്ച്, വല്ലാതെ ആഗ്രഹിച്ച്, കാതന്റെ ചാരത്ത് ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഓർമ്മ പുതുക്കി മഖാം ഇബ്രാഹിമിന്റെ ചാരത്തിൽ നിന്ന് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ, ആ മുസ്ദലിഫയിൽ നിന്ന് വലതുവശത്തേക്ക് ചേർന്ന് കടക്കാൻ, ആ ജംറയിൽ നിന്ന് എറിയാൻ, ആ ജലാബിയോട് സഭാമർവത്തിടയിൽ ഒന്ന് ഓടാൻ അള്ളാഹുവിന്റെ റസൂൽ നടത്തിയ പ്രഭാഷണത്തിന് സാക്ഷ്യം വഹിച്ച അവസാനങ്ങളിൽ ഒന്ന് എണീറ്റ് നിൽക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്കും ആഗ്രഹമുണ്ട്. അള്ളാഹുവിനോട് തേടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും അതിനുള്ള അവസരവും അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിനും അവസരം പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നിങ്ങളിൽ നിന്ന് വന്നുപോയ പാപങ്ങളെ നീ വിട്ടുകൊടുത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, ദുൽഹിജ്ജയുടെ പകുതിയെത്തി. സാധാരണ മാസത്തേരിൽ നിന്ന് വ്യത്യസ്തമായി ധാരാളം കർമ്മങ്ങൾ, ബലിയടക്കം, പെരുന്നാളിന്റെ സുദിനങ്ങളടക്കം ബാക്കിയുള്ള മറ്റു പല ആരാധനകളും ധാരാളമായി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചെയ്തത് പലതും അറിഞ്ഞിട്ടുമില്ല റബ്ബേ. അതുകൊണ്ട് നീയാണ് എല്ലാം അറിയുന്നവൻ. നീ അറിഞ്ഞ് ഞങ്ങൾക്ക് പ്രതിഫലം തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പള്ളി അതേ ഒരു പുറമേ നിന്ന് ഒരാൾ വന്ന് കാണുമ്പോൾ ഒരു ചന്തം തോന്നുന്ന, ഞങ്ങൾക്ക് തന്നെ ഒരു മനസ്സംതൃപ്തി തോന്നുന്ന രൂപത്തിലേക്ക് ഞങ്ങളുടെ പള്ളിയായി വരുന്നുണ്ട് റബ്ബേ. ഞങ്ങൾ തന്നെയാണ് സ്വത്തെടുത്തത്, ഞങ്ങൾ തന്നെയാണ് അധ്വാനിച്ചത്, ഞങ്ങൾ തന്നെയാണ് പിന്തുണ നൽകിയത്, ഞങ്ങൾ തന്നെയാണ് നിങ്ങളോട് പ്രാർത്ഥിച്ചത്. അല്ലാഹുവേ, സ്വീകരിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. اللهم صل على محمد. أقم الصلاة.